ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് അലിഗേറ്റർ ക്ലിപ്പിലോ അതുപോലെ തന്നെ ഹെയർ ബണ്ടിലോ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പോൾ രണ്ട് കളറിലുള്ള ഫോം ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫ്ലവർ ഉണ്ടാക്കാനും ഗ്രീൻ കളറിലുള്ള ഫോം ഷീറ്റ് ലീഫ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത് നൂലപ്പത്തിൻ്റെ അച്ചിൻ്റെ കൂടെ കിട്ടുന്നതില്ലേ, ഈ ഒരു മുറുക്കുണ്ടാക്കണതാണെന്ന് തോന്നുന്നുണ്ട്. അത് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ വരയ്ക്കാനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വരയ്ക്കുന്ന ആ സമയം നമുക്ക് ലാഭിക്കാം. അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് വരച്ചിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അറ്റം ഇതുപോലെ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് രണ്ട് സൈഡ് കണ്ടല്ലോ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നഖം വെച്ചിട്ട് ആ രണ്ട് അറ്റങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാർക്കിങ്ങിലൂടെ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സെൻറ്ററിൽ കട്ട് ചെയ്യരുത് കേട്ടോ. കുറച്ച് ഭാഗം, ഒരു 1/4 ഭാഗം കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 6 സെൻറ്റിമീറ്ററോളം ഉണ്ട് കേട്ടോ. ഒരു 6 സെൻറ്റിമീറ്ററിലാണ് ഈ റൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഫുള്ള് തന്നെ കട്ട് ചെയ്തെടുക്കരുത്, ഒരു 1/4 ഭാഗം കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഓരോ പീസിൻ്റെയും സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇതിനെ ഇനി ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അറ്റുണ്ടല്ലോ, അറ്റതുപോലെ ഒന്നിങ്ങനെ കുഴിച്ചിട്ടൊന്ന് വെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്റർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യരുത്, അതിൻ്റെ അറ്റങ്ങൾ മാത്രം നമ്മളിതുപോലെ വെട്ടി കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റിനൊന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റങ്ങൾ മാത്രമായിട്ട് വെട്ടാനായിട്ട് പാടുള്ളൂ. നമ്മൾ സെൻറ്റർ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ ഫോം ഷീറ്റിനൊന്ന് തിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ താഴ്ഭാഗം ചൂടാക്കുമ്പോൾ വല്ലാതെ ഉരുകി പോവരുത് കേട്ടോ. ഉരുകി പോവാതെ നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ ഉരുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യും പൊള്ളിപ്പോവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അപ്പോൾ തന്നെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വല്ലാതെ ഉരുകി പോവരുത് കേട്ടോ. അപ്പോൾ കൈ നല്ലതുപോലെ പൊള്ളിപ്പോകും. അതുപോലെ തന്നെ ഫ്ലവറും കേടായി പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊരു 5 പീസ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 5 അല്ല 6 പീസ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ മുമ്പ് ചെയ്തില്ലേ അതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് നഖം വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 4 സൈഡും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും അതേ അളവ് തന്നെയാണ് കേട്ടോ. 6 സെൻറ്റിമീറ്ററിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മുമ്പ് ചെയ്ത പോലെ തന്നെ ഓരോ പീസിൻ്റെ സെൻറ്റർ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ലേ, അതിൽ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലവറിന് കട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അറ്റങ്ങൾ മാത്രമാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെൻറ്റർ മുതലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പുറത്തെ ഭാഗവും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് കിട്ടുക കേട്ടോ നമുക്ക്. പിന്നെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുക അങ്ങനെയാണ്. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലീഫ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷേപ്പില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് തന്നെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലവർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്ററിലുണ്ടല്ലോ, സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ചെയ്യുക, എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. ഈ ഭാഗത്തും ഗ്ലൂ ചെയ്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുണ്ടോ. ഇവിടെ ഗ്ലൂ ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. അപ്പോൾ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒട്ടിയിട്ട് സെറ്റ് ആവില്ല. അപ്പോൾ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക, ആ ഗ്ലൂ ഡ്രൈ ആവുന്നത് വരെ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 5 പീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പീസ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ മൊത്തം 6 പീസാണ് നമ്മൾ ഇതുപോലെ ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 5 പീസാണ് നമ്മൾ ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പീസ് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പീസിൽ ഇതുപോലെ ഗ്ലൂ ചെയ്യുക, എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള പീസിന് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്തുള്ള ആ ഒരു ഒട്ടിക്കാത്ത നമ്മൾ ആ ബേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ലെവലിലിരിക്കണം നമ്മൾ ഓരോ പീസും വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള
അതിൻ്റെ ആ പെറ്റൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കവിഞ്ഞിട്ട് നമ്മൾ ഈ മടക്കി ഫോൾഡ് ചെയ്തിട്ടുള്ള പീസ് പോവാനായിട്ട് പാടില്ല. അപ്പോൾ ഒരേ ലെവലിലിരിക്കണം കേട്ടോ. താഴെയുള്ള പീസും ഈ ഫോൾഡ് ചെയ്തിട്ടുള്ള പീസും ഒരേ ലെവലിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഗ്ലൂ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോന്ന് ഒട്ടിക്കുമ്പോഴും കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കാനുണ്ട്. അപ്പോൾ ഇത് വീഡിയോ നമ്മൾ സ്പീഡിൽ ഇട്ടേക്കാണ്, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണ പോലെ തോന്നും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ ഓരോ പീസും വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സൈഡിൽ ഇതുപോലെ നമ്മൾ നാല് പെറ്റൽസാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരെണ്ണം അഞ്ചാമത്തെ ഒരു പീസ് സെൻറ്ററിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ 4 സൈഡിലും ഓരോന്നും വെച്ച് കൊടുക്കാം കേട്ടോ. 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോ. മാക്സിമം നമ്മൾ കുറച്ചിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ 4 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 5-മത്തെ പീസ് വെക്കണത് ഈ ഒരു സെൻറ്ററിലാണ്. അവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ തന്നെ കുത്തനെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. മറ്റേതൊക്കെ തന്നെ കെടുത്തിയിട്ടല്ലേ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് അങ്ങനെ കുത്തനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് കാണുന്ന ഭാഗത്ത് ഞാൻ ഗ്ലൂ ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ താഴ്ഭാഗത്തായിട്ട് ഇനി ലീഫ് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് ഏകദേശം വരിക. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അതിൽ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഷെയ്പ്പില്ലാത്ത ഭാഗം ഒന്നുകൂടെ ഷെയ്പ്പാക്കി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് ഫ്ലവറിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ചില്ല, അതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. അതേപോലെ തന്നെ ഹെയർ ബാൻഡിലും ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അലിഗേറ്റർ ക്ലിപ്പ് കഴിയാറായി. 2-3 പീസ് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ഫിക്സ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് 3 കളേഴ്സ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുമ്പുള്ള വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പും അതുപോലെ തന്നെ ഹെയർ ബണ്ണൊക്കെ ഫ്ലവേഴ്സിൽ സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള 3 കളേഴ്സ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.